നമസ്തേ. കേരളത്തിന്റെ സനാതനധർമ്മ നവോത്ഥാന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാകുന്ന വാവുരസ്വാമിയുടെ രൂപം ഉപാധിയിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ശബരിമലയിലെ കൊടിമരം ഉൾപ്പെടെ പല പ്രധാന ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങളും മറ്റും നിർമ്മിച്ചിട്ടുള്ള പരുമലയിലെ അനന്തനാചാര്യയാണ് വാവുരസ്വാമിയുടെയും വിഗ്രഹം പഞ്ചലോഹത്തിൽ തീർക്കുന്നത്. ജൂൺ 27-ന് അനന്തനാചാര്യയുടെ ആസ്ഥാനത്ത് വെച്ച് ബാലാലയ പ്രതിഷ്ഠയ്ക്കായുള്ള വിഗ്രഹം വാർക്കൽ ചടങ്ങുകൾ നടന്നു. ഇത് നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ബിംബമാണ് വാവുരസ്വാമിയുടെ ബിംബം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടില്ല. സ്ഥപതി രൂപകൽപ്പന ചെയ്തു തന്ന രീതിയിൽ ആ ധ്യാനത്തിനനുസരിച്ച് ഒരു ബിംബം ചെയ്യുന്നു. ആ ബിംബം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോഹക്കൂട്ടുകളും മിക്സിങ്ങും എല്ലാം നമ്മളത് കൃത്യമായിട്ട് പഞ്ചലോഹ നിർമ്മിതമായിട്ടുള്ള വിഗ്രഹമാണ് ചെയ്യുന്നത്. ഇത് മൂലബിംബമല്ല, അർച്ചനാബിംബമാണ്. ഈ അർച്ചനാബിംബം ബാലാലയത്തിൽ വെച്ച് പൂജിക്കുകയും ക്ഷേത്രം തീർന്നു വരുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിലുള്ള മൂലബിംബം അത് നല്ല ഉത്തമമായ ലോകത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ തുടക്കമാണ് ഇത്. ഭഗവാൻ അയ്യപ്പൻ്റെയും മഹാദേവൻ്റെയും പനന്നാർകാവിൽ അമ്മയുടെയും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഇങ്ങനൊരു വലിയ കാര്യം ലോകത്തിൽ ആദ്യമായിട്ട് ചെയ്യും വാവുരസ്വാമിയുടെ ഒരു ബിംബത്തിൻ്റെ പണി തുടക്കം കുറിക്കാൻ എനിക്ക് സാധിച്ചു. എന്നെ അതിന് സഹായിക്കുകയും എന്നിലേക്ക് ഇത് വന്നു ചേരുകയും ഒക്കെ ചെയ്തതും അതിന് നിമിത്തങ്ങളായ എല്ലാവരോടും നന്ദി പറയുന്നു. ഈ നിർമ്മിതി നല്ല രീതിയിൽ ലോകപ്രസിദ്ധമായി വരട്ടെ എന്ന് മനസ്സാൽ ആഗ്രഹിക്കുന്നു. അനന്തനാചാരി, മകൻ അനു ആചാരി, സ്ഥപതി ശിവൻ ആചാരി തുടങ്ങിയവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30-നും 12:50-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഈ ചടങ്ങുകൾ നടന്നത്. ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹു നമോ ശ്രീഭൂതനാഥ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹു നമോ ശ്രീഭൂതനാഥ സദാനന്ദ 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 സർവഭൂത ദയാപര കലിയുഗ വരദനേ സ്വാമിയേ. അന്നേ ദിവസം ചടങ്ങിൽ പങ്കാളികളായവർക്ക് സ്വർണം, വെള്ളി മുതലായവ ഭഗവാന്റെ വിഗ്രഹത്തിൽ സമർപ്പിക്കുവാൻ സാധിച്ചു എന്നത് അത്യപൂർവമായി ലഭിക്കുന്ന മഹാഭാഗ്യമാണ് എന്ന് വാവുര ക്ഷേത്രത്തിന്റെ സ്ഥപതി കൂടിയായ ശിവൻ ആചാരി പറഞ്ഞു. ഇന്ന് ഭാരതീയരെ സംബന്ധിച്ച് അതല്ല, ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യജീവികളെ സംബന്ധിച്ചും ഒരു മഹത്തരമായ സന്തോഷകരമായ ദിവസമാണ്. പഴനിയിൽ സുബ്രഹ്മണ്യസ്വാമിയെ പോലെ, ആന്ധ്രയിൽ തിരുപ്പതി ഭഗവാനെ പോലെ മലയാളികളുടെ, കേരളീയരുടെ കുലദേവതയാണ് സാക്ഷാൽ അയ്യപ്പൻ. ലോകത്തെവിടെ ചെന്നാലും കേരളീയരെ അടയാളപ്പെടുത്തുന്നത് സാക്ഷാൽ അയ്യപ്പസ്വാമിയിലൂടെയാണ്. ശ്രീഭൂതനാഥനായ അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളിൽ പ്രധാനിയാണ് വാവുരസ്വാമി. ആ വാവുരസ്വാമിയെ കുറിച്ചുള്ള ചരിത്ര കഥകൾ ലഭ്യമാണെങ്കിൽ കൂടിയും വാവുരസ്വാമിക്കായിട്ടൊരു ക്ഷേത്രം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു
ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നത് ഇപ്പോഴാണ്. ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ ശ്രീഭൂതനാഥൻ്റെ ആജ്ഞകളെ അനുസരിക്കാൻ ആജ്ഞാനുവർത്തിയായി നിൽക്കുന്ന വാവരസ്വാമിയുടെ ധ്യാനം, ആ ധ്യാനത്തിനനുസൃതമായിട്ട് വാവരസ്വാമിയുടെ ബാലാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ളതായ ബാലബിംബത്തിൻ്റെ നിർമ്മാണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒരു മനുഷ്യജന്മത്തിൽ വളരെ ദുർലഭമായിട്ട് മാത്രം ലഭിക്കുന്ന ഒരു അവസരമാണ് ഇത്തരത്തിൽ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത്. ശില്പിയുടെ ഗ്രഹത്തിൽ വെച്ചിട്ട് പൂജാവിധാനങ്ങളോടുകൂടെയാണ് ഈ മഹത്തരമായ ചടങ്ങ് നടത്തുന്നത്. മാതാശില്പി പിതാശാസ്ത്രം അമൂർത്തം മൂർത്തമാനയേത് എന്നാണ്. ശില്പി പ്രതിഷ്ഠിക്കാൻ പോകുന്ന മൂർത്തിയുടെ മാതാവായി മാറുന്ന ഒരു അസുലഭ നിമിഷമാണിത്. വാവരസ്വാമിയുടെ ധ്യാനത്തെ അനവധി തവണ തൻ്റെ മനസ്സിലിട്ട് ഉരുക്കഴിച്ച് പിന്നെ ചുറ്റുപാടും കാണുന്നതിലെല്ലാം വാവരസ്വാമിയെ ദർശിച്ച് ആ വാവരസ്വാമിയുടെ രൂപത്തെ അരക്കിൽ മെഴുകിൽ നിർമ്മിച്ച് അത് മണ്ണിൽ പൊതിഞ്ഞ് ഇന്ന് അതിനകത്ത് പഞ്ചലോകത്തെ നിറച്ച് ആ വിഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ്. ഒരുപക്ഷെ ഇത് വളരെ ഗോപ്യമായിട്ട് ചെയ്യുന്നൊരു ചടങ്ങാണ്. പക്ഷേ മഹാഭാഗ്യം കൊണ്ട് ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചു. അനേക ജന്മജന്മാന്തരങ്ങൾ ജനിച്ച് ജീവിച്ച് മരിച്ച് ആ ജന്മജന്മാന്തരങ്ങളിലൂടെ ഉണ്ടാക്കിയ സുഹൃതത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു അവസരം നമുക്ക് വീണ് കിട്ടുകയാണ്. ഭഗവാന്റെ ക്ഷേത്രം നിർമ്മിക്കാനും അതുപോലെ ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കാനും. ഒരുപക്ഷെ ലോകത്തെങ്ങും വാവരസ്വാമിയുടെ പ്രതിഷ്ഠ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഭാഗഭക്കാവുക എന്നുള്ളത് ഒരു ജന്മത്തിൻ്റെ ഒരു വലിയ പൂർണ്ണത തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നു. ഈ ശുഭകർമ്മത്തിൽ പങ്കാളികളായവർക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എത്രത്തോളം ഉണ്ടാകുമെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നും ഇത് മഹാഭാഗ്യമാണെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പറഞ്ഞു. സ്വാമിയേ ശരണമയ്യപ്പ. ഒരു അത്യപൂർവ മുഹൂർത്തത്തിലാണ് ഞാനിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് അയ്യപ്പസ്വാമിയുടെ പ്രധാന സേവകനായ ചീഫ് ലഫ്റ്റനൻ്റ് എന്ന് പറയാവുന്ന വാവുരസ്വാമിയുടെ രൂപം ഉപാധിയിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഭൂതനാഥനാണ് അയ്യപ്പസ്വാമി, ഭൂതങ്ങളുടെ നാഥൻ, എല്ലാ ഭൂതഗണങ്ങളുടെയും നാഥൻ. ആ ഭൂതനാഥനായ അയ്യപ്പസ്വാമിയുടെ പ്രധാന സേവകനും പ്രധാന ഭൂതവുമായ വാവുരസ്വാമിയുടെ വിഗ്രഹമാണ്, ബാലാലയത്തിലേക്കുള്ള വിഗ്രഹമാണ് ഇന്നിവിടെ നിർമ്മിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കാലമായിട്ടുള്ള അയ്യപ്പ ഭക്തരുടെയും സ്വാഭിമാന ഹിന്ദുക്കളുടെയും ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ കാലമായി 400 വർഷം മുമ്പ് ഉണ്ടായിരുന്നൊരു വലിയ ക്ഷേത്രം, ആ വാവുരസ്വാമിയുടെ ക്ഷേത്രം അയ്യപ്പസ്വാമിയുടെ നിർദ്ദേശത്താൽ എരുമേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ആ ക്ഷേത്രം 400 വർഷം മുമ്പ് അത് നഷ്ടപ്പെട്ടു പോയതാണ്. അതിനെ പുനരുദ്ധാരണം ചെയ്യണമെന്നും പുനഃപ്രതിഷ്ഠിക്കണമെന്നും കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ദൈവജ്ഞന്മാരും 40ഓളം ദൈവജ്ഞന്മാർ, ലോകപ്രശസ്തരായ പത്മനാഭ ശർമ്മയെ പോലെ അല്ലെങ്കിൽ മുല്ലപ്പള്ളി നാരായണൻ നമ്പൂരിയെ പോലെ അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് പ്രഗത്ഭരായ ജ്യോതിഷന്മാർ ഒന്നിച്ചിരുന്ന് അവരുടെ ദേവപ്രശ്നത്തിലൂടെ തെളിഞ്ഞതാണ് വാവുരസ്വാമിക്ക് ക്ഷേത്രം പുനഃപ്രതിഷ്ഠിക്കണമെന്നും ആ വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കണമെന്നും. പക്ഷെ അപ്പോഴും വിഗ്രഹം ഏതാണ്, രൂപം ഏതാണെന്ന് നമുക്ക് ആർക്കും ഒരു നിശ്ചയമുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഏകദേശം അയ്യപ്പസ്വാമിയെ പറ്റിയുള്ള ചരിത്രം അല്ലെങ്കിൽ ആ പുരാണം പറയുകയാണെങ്കിൽ 400 വർഷം മുമ്പുള്ള ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന് പറയുന്ന സംസ്കൃത ഗ്രന്ഥത്തിലാണ് അയ്യപ്പസ്വാമിയെക്കുറിച്ചും വാവുരസ്വാമിയെക്കുറിച്ചും എല്ലാം കൃത്യമായ പ്രതിപാദ്യമുള്ളത്. ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അയ്യപ്പസ്വാമിയുടെ പ്രധാന സേവകനാണ് വാവുരസ്വാമിയെന്നും വാവുരസ്വാമിക്ക് എരുമേലിയല്ല അതിൽ പറയുന്നത് മഹിഷി മാരകമെന്നാണ്. മഹിഷി മാരകത്തിലൊരു ഗോഷ്ടം ക്ഷേത്രം നിർമ്മിക്കണമെന്ന് അയ്യപ്പസ്വാമി എന്നെ പന്തള രാജാവിനോട് പറയുന്നതായിട്ട് ശ്രീ ഭൂതനാഥ ഉപാഖ്യാനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ തന്നെ വാവുരസ്വാമിക്ക് വേണ്ടിയൊരു ധ്യാനവുമുണ്ട്. ആ ധ്യാനം ഭാഗ്യവശാൽ നമുക്കെല്ലാം അറിയാമെന്നുള്ള പറവൂർ ശ്രീധരൻ തന്ത്രി, അദ്ദേഹം ഇന്ന് ഇല്ല, സ്വർഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ജ്യോതിസാണ് ഈ ഒരു ഗ്രന്ഥം
നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ ആ ശേഖരത്തിലുണ്ടായിരുന്നു. അതിൽ നിന്ന് കൊണ്ടുവന്നു. അതിൽ നിന്നാണ് ഈ ഒരു ഭഗവാന്റെ ധ്യാനം, ബാബുരസ്വാമിയുടെ ധ്യാനം ലഭിച്ചത്. ആ ധ്യാനം അനുസരിച്ചാണ് ഇപ്പോൾ വിഗ്രഹം നിർമ്മിക്കുന്നത്. അത് ബാലാലയത്തിലേക്ക് പഞ്ചലോക വിഗ്രഹമാണ്. അത് കഴിഞ്ഞ് പ്രധാന ക്ഷേത്രം വരുമ്പോൾ ശിലാവിഗ്രഹമായിരിക്കും. അപ്പോൾ അത് ഇനിയും അതിനുള്ള സമയമെടുക്കും. എല്ലാ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താലും എല്ലാ ഭക്തജനങ്ങളുടെ കൈയഴിഞ്ഞ സഹായ സഹകരണങ്ങളാലും ആത്മാർത്ഥമായ പ്രാർത്ഥനയാലും ഇതൊരു വൻ വിജയമായി തീരുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അയ്യപ്പസ്വാമിയെ സാക്ഷി നിർത്തി, അയ്യപ്പസ്വാമിയെ മുന്നിൽ നിർത്തി ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് പിന്നിൽ നിൽക്കുകയാണ്. ഇതെല്ലാം ഭഗവാന്റെ തീരുമാനമാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാന്റെ കൽപ്പനയാണ്. അതനുസരിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ, ബാബുരസ്വാമിയേ ശരണമയ്യപ്പ, ഭൂതനാഥ ശരണമയ്യപ്പ, ഓം ഹരിഹര സുധാനന്ദീർത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ, ബാബുരസ്വാമിയേ ശരണമയ്യപ്പ. ലോകത്തിലെ മുഴുവൻ അയ്യപ്പ ഭക്തജനങ്ങൾക്കും ആശയും ആവേശവും പകർന്നുകൊണ്ട് ബാബരിസ്വാമി എന്ന് നമ്മൾ വിളിച്ചിരുന്നെങ്കിലും അത് ബാബരനാണെന്നും അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളിൽ ശ്രേഷ്ഠനാണെന്നും അദ്ദേഹത്തിനൊരു ക്ഷേത്രം നിർമ്മിക്കണം എന്ന ഭക്തജനങ്ങളുടെ ആശയും ആവേശവും ലോകത്തിന് മുഴുവൻ അറിയിച്ചുകൊണ്ട് നമുക്ക് ആ മഹാനുഭാവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് വിഗ്രഹ ശില്പിമാരിൽ ശ്രേഷ്ഠനായ മാന്നാർ അനന്തരാചാര്യയുടെ ഭവനത്ത് വെച്ച് ആ വാപരൻ സ്വാമിയുടെ മഹോന്നതമായ ബാലാലയത്തിലേക്കുള്ള വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് സുന്ദരമായ ഈ വെളുത്തപക്ഷത്തിലെ വെള്ളിയാഴ്ച ദിവസം പുണർദം കഴിഞ്ഞ് പൂയം തുടങ്ങുന്ന സുന്ദരമായ മുഹൂർത്തത്തിൽ വെളുത്തപക്ഷത്തിലെ ഒരു തിഥിയിൽ ഉച്ചയ്ക്ക് 12:30 സമാരംഭിക്കുക എന്നത് അയ്യപ്പ ഭക്തജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. തമ്പിസാർ പറഞ്ഞതുപോലെ ഇത് ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയും ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെയും തന്ത്രിമാരുടെയും ആധ്യാത്മിക ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ ചിരകാല അഭിലാഷം സാക്ഷാത്കരിക്കുന്ന ഒരു പുണ്യവേളയാണ്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഹൈന്ദവ സംഘടനകളുടെ പ്രവർത്തകർ മാന്നാറിൽ എത്തിച്ചേർന്നു. സുന്ദരമായ മുഹൂർത്തത്തിൽ ബാലാലയത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് സമാരംഭിക്കുന്നു. പിന്നീട് ക്ഷേത്രത്തിലേക്ക് പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനുള്ള തുടക്കമാകുന്നു. കാലഘട്ടങ്ങളുടെ പരിഗണനയിൽ ലോകത്തെ സത്യം മാത്രമേ നിലനിൽക്കൂ. ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങൾ എല്ലാവർക്കും അഭിമാനവും അനുഗ്രഹവും പകരുന്നതാണെന്ന് തെളിയിക്കുന്ന ഒരു വലിയ മുഹൂർത്തത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് മാന്നാറിലെ ഈ മഹോന്നതമായ സ്ഥാനത്ത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും സർവോപരി എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെയും ആഗ്രഹ സാക്ഷാത്കാരത്തിൻ്റെ സുന്ദര മുഹൂർത്തമാണ്. എത്രയും വേഗം ആ ബാലാലയത്തിലെ വിഗ്രഹം പൂർത്തീകരിക്കാനും പഞ്ചലോക വിഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കുന്ന മഹോന്നതമായ ബാബരിസ്വാമിയുടെ മനോജ്ഞമായ മനോമോഹനമായ മനോഭിരാമമായ വിഗ്രഹ പ്രതിഷ്ഠയിലൊക്കെ നമുക്ക് കുടുംബസഹിതം പങ്കെടുക്കാനുമുള്ള അവസരം വേഗം സമാഗതമാകട്ടെ എന്ന് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകൻ കാശി രാമേശ്വരം പണ്ടി മലയാളം അടയ്ക്കുവാനരുളുന്ന അയ്യപ്പസ്വാമിയുടെ പ്രിയങ്കരനായ സുഹൃത്തിൻ്റെ വിഗ്രഹം കണ്ട് നിർവൃതി അടയാനുള്ള സൗഭാഗ്യം നമുക്ക് വേഗം സമാഗതമാകട്ടെ എന്നും പ്രാർത്ഥിക്കാം. നമസ്കാരം. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും സന്യാസി ശ്രേഷ്ഠന്മാരും ആചാര്യന്മാരും ധാരാളം ഭക്തജനങ്ങളും ഈ ചടങ്ങിൽ പങ്കാളികളായി.